ഷെഫ് താങ്കൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഗോൾഡ് കോയിൻ അല്ലേ? എന്താണ് സ്റ്റഫിങ്? ചിക്കൻ ഗോൾഡ് കോയിൻ മെയിൻലി ഒരു സീ ഫുഡാണ്. അത് സ്ക്വിഡിനെ കൊണ്ടുണ്ടാക്കാം, പലതരം സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാം. ചിക്കൻ ഗോൾഡ് കോയിനിൽ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ എന്നത് ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരു ബാറ്റർ, ചിക്കനെ കൊണ്ടൊരു ബാറ്റർ ഉണ്ടാക്കും. ഇത് ഒരു കോയിൻ രൂപത്തിൽ നമ്മൾ ഉണ്ടാക്കി വെക്കും. ബ്രെഡ് റൗണ്ട് ഷേപ്പിൽ മുറിച്ചത് ഇതിൽ എഗ് വാഷ് ചെയ്ത് ഈ ചിക്കൻ്റെ കോയിൻ ഷേപ്പ് ഇതിലേക്ക് പേസ്റ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. എന്നിട്ട് എണ്ണയിലിട്ട് പൊരിക്കുകയാണ്, ഡീപ്പ് ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. പോയി നോക്കിയിട്ട് വരട്ടെ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഒക്കെ പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഭാവിയിൽ ട്രൈ ചെയ്യാലോ. ഹലോ, ഹായ്. ദേവിക, എന്റെ ദൈവമേ, എന്റെ പേരിങ്ങനെ ദേവിക. ഇപ്പൊ ഞാൻ കവർ ചെയ്തതിന്റെ ആൾക്കാർ നോക്കുകയാണെങ്കിൽ ദേവിക, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ പ്രായത്തിൽ ഈ കുട്ടികൾ ഇത് ചെയ്യുമെന്നുള്ളത്. കാരണം ഇപ്പോൾ ഇവിടെ നമ്മുടെ ജോ ചെയ്യുന്ന ഒരു ഡിഷുണ്ട്. അതായത് പല സ്റ്റാർ ഹോട്ടൽസിലും ഏറ്റവും അധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടർ ആയിട്ടാണ് ഗോൾഡ് കോയിൻ എന്ന് പറയും. ചിലര് ഗോൾഡ് കോയിൻ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു 5-6 പീസ് കാണും, സിംഗിൾ ബൈറ്റാ. അപ്പൊ ശരിക്കും പറഞ്ഞാല് അത് സീ ഫുഡിലാണ് ചെയ്യുന്നത്, ഇദ്ദേഹം ചിക്കൻ. അപ്പം വളരെയധികം അറ്റൻഷൻ വേണ്ട ഒരു ഡിഷാണിത്. ഇപ്പൊ ഇവിടെ ചിക്കൻ കാസറോൾ ഉണ്ടാക്കുന്നു, ക്രൗൺ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുന്നു. അപ്പൊ ശരിക്കും നമ്മുടെ ഈ ജൂനിയർ എന്ന പേര് മാറ്റിണ്ടിരിക്കുന്നു. അടുത്തോട്ട് പോയാലോ? ആദിത്യയാണോ? ഇവർക്കൊക്കെ സർപ്രൈസ് ആയിട്ട് കൊടുത്തതല്ലേ? എന്താണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളൊരു 10 ബാസ്ക്കറ്റ് നിറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ട്, സീക്രട്ട് ഇൻഗ്രീഡിയൻസ്. അപ്പൊ നേരത്തെ അവർക്ക് അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാല് അവരെ വിളിച്ചു. ഉണ്ടാകുന്നല്ലോ, എനിക്കൊക്കെ അറിയാം, ഒക്കെ എന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ഞാനില്ലാത്ത അല്ല, എന്നെ ഞെട്ടിക്കുന്ന വിഷയം ഇവര് ഇത് കൊണ്ടുവന്നിട്ട് അപ്പോഴവര് കാണുന്ന എന്താ ഇൻഗ്രീഡിയൻസ് എന്ന്. ഈ ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് അവർക്ക് ഡിസിഷൻ എടുക്കണ്ടേ? ഞാനും അതാണ് വിചാരിച്ചത്. അതും ഈ പ്രായമായതുകൊണ്ട്, ഫസ്റ്റ് ഓഫ് ഓൾ ഈ പ്രായമായത് കാരണം നമുക്ക് എല്ലാവർക്കും ഡൗട്ടാണ് എങ്ങനെ ഇവര് എന്ത് സെലക്ട് ചെയ്യും. കാരണം ആ സ്പാർക്ക്, ആ പെട്ടെന്ന് വരുന്ന ഒരു ചിന്തയാണ് ഇവരെ നല്ലൊരു ഡിഷ് ഏതാണ് ഡിഷിലേക്ക് ഇവർ പോകേണ്ടത്, അല്ലെങ്കിൽ അവരെ മാർക്ക് എല്ലാം ബേസ് ചെയ്തിരിക്കുന്ന ആ ഒരു തോട്ടാണ് ഏത് ഡിഷ് ഉണ്ടാക്കുന്നത്. സത്യം. ആദിത്യ മോനെ, എന്താണ് നീ ഇന്ന് ചെയ്യാൻ പോകുന്നത്? പറയൂ. ചിക്കൻ മുഗലായി വിത്ത് ചിക്കൻ മുഗലായി. ഓക്കെ, എന്താണെങ്കിലും നല്ല എന്താണ് ആക്ച്വലി ഇതില് ചിക്കൻ, ഇതൊരു പേസ്റ്റ് ആണ്. ഇതില് ഉള്ളി, ടൊമാറ്റോ, പച്ചമുളകില്ല, അതുകൊണ്ട് മുളക് പൊടി ചേർത്തു. ഇഞ്ചി ഗാർലിക് പേസ്റ്റ്, ഇതൊക്കെ കൂടിയിട്ട് ഈ ചിക്കൻ്റെ കൂടിയിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതിനോട് മിക്സ് ചെയ്തിട്ട് ഇനി അണ്ടിപ്പരിപ്പ് പേസ്റ്റ് ആക്കിയതും കൂടെ ഇതിൻ്റെ അകത്തൂടെ ചേരും. പിന്നെ വേറൊരു പാനിൽ കസ്തൂരി മേത്തിയും ഗരം മസാല പൊടിയും മഞ്ഞപ്പൊടിയും കൂടെ ഒരുമിച്ച് ചെയ്തിട്ട് വീണ്ടും ഇതിനകത്ത് ചേർക്കും. പിന്നെ ലാസ്റ്റിൽ മുട്ടയും ഫ്രഷ് ക്രീമും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് ലാസ്റ്റ് ചേർക്കും. പറഞ്ഞോളൂ. ഇവിടെ സാറിനെല്ലാം മനസ്സിലാവും. ഞാനെല്ലാം ഇങ്ങനെ മനസ്സിലാവുന്നുണ്ട്. ഇതിന്റെ ഫൈനൽ പ്രോഡക്റ്റ് എന്തായിരിക്കും എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ പോകുന്ന ചിത്രം.
റിയലിയാ? കണ്ട 10th ആണെന്നൊന്നും ആരും പറയില്ല കേട്ടോ. 10th ഇവിടുത്തെ സീനിയർ മോസ്റ്റ് 2 കണ്ടസ്റ്റൻസിൽ ഒരാളാണ് ആദിത്യയും കൃഷ്ണപ്രിയയും. കണ്ടു കഴിഞ്ഞാൽ ഒരു ഇഷേന്റെ കാറ്റഗറിയിൽ വരുത്താല്ലേ, നമുക്ക് ഇഷയുടെ കാറ്റഗറിയിൽ വരുത്താൻ പറ്റും. കൃഷ്ണ, വാഴയിലൊക്കെ ഉണ്ടല്ലോ, എന്തൊക്കെയാണെന്ന്? കരിമീൻ പൊള്ളിച്ചതാണ്. കരിമീൻ പൊള്ളിച്ചത് മസാലയൊക്കെ ചെയ്ത് വെച്ചു അല്ലേ? എനിക്ക് വയ്യ, മഹേഷ് സാറിന്റെ നാവിന്നിങ്ങനെ വെള്ളം ഊറുന്നുണ്ടല്ലോ. സ്വീറ്റ് മാത്രമല്ല എല്ലാം ഇഷ്ടമാണ് അല്ലേ സാറിന്? എല്ലാ ടൈപ്പ് ഓഫ് ഫുഡ് ഇഷ്ടമാണ്. കൃഷ്ണ, എന്താ കൃഷ്ണയുടെ ടച്ച് ഈ ഒരു ഡിഷിനകത്ത്? എന്താ കൃഷ്ണ ടച്ച് എന്തെങ്കിലും ഉണ്ടോ? കൃഷ്ണ ടച്ച് മഹേഷ് കൃഷ്ണ അവസാനം. സെപ്പറേറ്റ് അങ്ങനെയൊന്നുമില്ല. എനിക്ക് കിട്ടിയ ഇൻഗ്രീഡിയൻസ് എല്ലാം ഈ കരിമീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അത് വേഗം ചെയ്ത് വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടോ ഈ കരിമീൻ പൊള്ളിച്ചത്? നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ ദൈവമേ, നമ്മളെ മക്കളൊക്കെ ഇത്ര വളർന്നു പോയിട്ടുണ്ട്. ഈ ചെറുപ്പത്തിൽ തന്നെ എല്ലാം ട്രൈ ചെയ്ത്. എന്താ ട്രൈ ചെയ്യാത്തത് ഇനി? മിക്കവാറും ഇവര് ഭക്ഷണം ഉണ്ടാക്കില്ല എന്നിട്ട് അതന്നെയാ തോന്നുന്നു. ഇനി ഒന്നും ട്രൈ ചെയ്യാൻ ബാക്കിയില്ലേ? അറിവിൽ ഏകദേശം ഒക്കെ ഇനിയും കുറെ പഠിക്കാൻ. ദാറ്റ്സ് റൈറ്റ്, നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കും. ഇല്ല സർ, ഐ ആം എ സ്ട്രിക്റ്റ് വെജിറ്റേറിയൻ, പ്യുവർ വെജിറ്റേറിയൻ. അത് എനിക്ക് ഇപ്പൊ ഇവിടെ വന്നപ്പോ എനിക്ക് നമ്മുടെ കേരളത്തിന്റെ ഒരു പക്ഷേ ഒരുപാട് ആൾക്കാർ വെളിയിൽ നിന്നൊക്കെ ഇപ്പം രാഹുൽ ഗാന്ധി അവരൊക്കെ വന്നിട്ട് പറഞ്ഞപ്പോ ഈ പേൾ സ്പോട്ടഡ് കരിമീൻ നമ്മുടെ ഒരു എന്താ പറയുക മത്സ്യസമ്പത്തിലെ ഏറ്റവും വാണ്ടഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിൽ തന്നെ ഈ പൊള്ളിച്ചത് വാഴയിലയിൽ പൊള്ളിച്ചെടുക്കുന്ന ഒരു ഡിഷാണ്. ശരിക്കും വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഡിഷാണ്. ഏത് നല്ല ഹോട്ടലിൽ ചെന്നാലും കരിമീൻ പൊള്ളിച്ചത് സ്പെഷ്യൽ ഡിഷായിട്ട് തന്നെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇദ്ദേഹം ചെയ്യുന്നതും കരിമീൻ പൊള്ളിച്ചതാണ്. ഈ കരിമീൻ പൊള്ളിച്ചതിന് പകരം ഞങ്ങൾ വെജിറ്റേറിയൻസ് എന്ത് ചെയ്യുന്ന അറിയോ? വെണ്ടയ്ക്ക പൊള്ളിച്ചത്. കരിമീൻ പകരം നമ്മൾ വെണ്ടയ്ക്ക ഇട്ടത് പൊള്ളിക്കുന്നു. നമ്മളുടെ മനസ്സിൽ ഈ വെണ്ടയ്ക്ക പൊള്ളിച്ചത് എന്ന് പറയുന്നത് ഒരു കരിമീന്റെ എഫക്റ്റ് ആണ്. വെണ്ടയ്ക്ക പൊള്ളിച്ചത് അറിയാവോ? ഓ, എന്റെ രീതിയിൽ ഞാൻ ചെയ്യും. ഇപ്പൊ പറഞ്ഞ പോലെ ശശി സാറ് പറഞ്ഞ പോലെ അതിൻ്റെതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും അറിയില്ലെങ്കിലും നമ്മളത് കഴിഞ്ഞ ഇതൊക്കെ രീതിയിൽ ഉണ്ടാക്കി പൊള്ളിച്ച് കഴിക്കും. ശരിക്കും ഇത് കണ്ടപ്പോ ശരിക്കും എന്ത് തോന്നി? ഞാൻ ശരിക്കും സത്യം പറഞ്ഞാൽ ഞാൻ സർപ്രൈസ്ഡ് ആണ്, സ്റ്റണ്ട് ആണ്. ബിക്കോസ് ഇങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വിചാരിച്ച എൻ്റെ പ്രായത്തിലുള്ളവർക്കാണെങ്കിലും എത്രയോ പേർക്ക് കുക്ക് ചെയ്യാൻ അറിയില്ല. ഇപ്പൊ ചോദിച്ചവരെ ചായ പോലും ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരാണ്. സോ ഈ പ്രായത്തിൽ ഈ മക്കൾ ഇത്രയൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാറ്റ്സ് ഓഫ് ടു ദം. കാരണം വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ശരിക്കും ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഞാൻ ഈ ഒരു എപ്പിസോഡിൽ വന്ന് കണ്ടപ്പോൾ ഞാൻ ഈ കുട്ടികളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്ന് ആദ്യം എനിക്ക് തോന്നിപ്പോയി. ആദ്യം ഓഡിഷൻ റൗണ്ട് വന്നപ്പോൾ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെ അറിയാവുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ചോദിക്കുന്നു കുറച്ചുകൂടെ നന്നാടിച്ചു. പക്ഷെ വെരി ഗുഡ് ജോബ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല, എല്ലാവരും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ എപ്പിസോഡ് കഴിയും തോറും നമ്മളെ ചെന്നൈ എക്സ്പ്രസിൽ ഷാരൂഖ് ഖാൻ പറയല്ലേ, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് എ കോമൺ മാൻ എന്ന് പറയുന്നത്. കിഡ്സ് ഇപ്പം നേരത്തെ ഷെഫ് പറഞ്ഞ പോലെ ഒരു സ്റ്റാൻഡേർഡ് നെയിം വരുമ്പോൾ സ്റ്റാൻഡേർഡ് റെസിപ്പീസ് എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. ഇപ്പൊ ഈ മുഗലായി ചിക്കൻ, മുഗലായി എന്ന് പറഞ്ഞാൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ഡിഷാണ് മുഗലായ. അതിനൊരു സ്റ്റാൻഡേർഡ് റെസിപ്പി ഉണ്ട്. ഷെഫ് ആദ്യം പറഞ്ഞത് ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് നെയിം ഉണ്ടെങ്കിൽ അതിനൊരു സ്റ്റാൻഡേർഡ് റെസിപ്പി ഉണ്ട്. അപ്പൊ ആ റെസിപ്പി മാറിക്കഴിഞ്ഞാൽ ഡിഷ് മാറും. നമ്മളിങ്ങനെ പറയുമ്പോ ഷെഫ് അവിടെ നിന്ന് എന്നെ തുറച്ചു നോക്കുക. ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കുകയായിരുന്നു ഷെഫ്. എങ്ങനെയാണ് അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് എന്തൊക്കെയാന്ന് ചോദിക്കുകയായിരുന്നു. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ നേരെ ഷെഫിന് കമ്പനി കൊടുക്കാം. ശരി, ഓക്കെ. ഞാൻ ഇവർക്കും കമ്പനി നടക്കുന്ന സംഭവങ്ങളെല്ലാം ഷെഫിന് പറയണ്ടേ? ഓക്കെ. ഞാൻ എന്തായാലും എന്റെ മക്കൾക്ക് കമ്പനി കൊടുക്കാം. എന്തൊക്കെയാ? ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ട്, പിന്നെ എന്തൊക്കെയാ?
ഓറിയോ ഷേക്കാണ്, ഇത് ബനാന ഷേക്കാണ്. ഇഷക്കുട്ടി ഇങ്ങനെയാണോ വീട്ടിലും എപ്പോഴും ഫാസ്റ്റ് ആയിട്ടാണ് എല്ലാ കാര്യവും ചെയ്യുക, എന്നിട്ട് ഫുൾ പെട്ടെന്ന് റെഡിയാക്കി ഞാൻ റെഡി എന്ന് പറഞ്ഞിട്ട് ഇരിക്കോ? കുക്കിംഗ് മാത്രമല്ല ബാക്കി എല്ലാ കാര്യങ്ങളും പഠിക്കുന്ന കാര്യവും ബാക്കി എല്ലാം ഭയങ്കര ഫാസ്റ്റ് ആണ് ഇഷ. ആണ്, കുഴപ്പമില്ലാത്ത രീതിയിൽ ഫാസ്റ്റ് ആണ്. ഓൾറൈറ്റ്, നല്ല കുട്ടി കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ ജഡ്ജ്മെൻറ്റ് ടൈമിൽ നമുക്കറിയാം എന്തൊക്കെയാണ് കമൻസ് എന്നൊക്കെ അറിയാം. ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഇഷക്കുട്ടി ഫാസ്റ്റ് ആയിട്ട് പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. റൈറ്റ്, നമ്മൾ ബാക്കിയുള്ളത് അഞ്ജനക്കുട്ടി ഗ്യാസ് കത്തിക്കാൻ പാടുപെടുകയാണോ? ഹെൽപ്പ് ചെയ്യണോ? ഓക്കെ, ഇത് പിടിച്ചേ. ഇതെന്താണ് ഉണ്ടാക്കുന്നത്? ഗ്രീൻ പീസ് എഗ് ചില്ലി. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ ഉണ്ടായിരുന്നു കിട്ടിയത്? ഓക്കെ, റെഡി. എഗ് കിട്ടി, പിന്നെ ഒണിയൻ, ടൊമാറ്റോ, ക്യാരറ്റ് ഇതൊക്കെ കിട്ടിയപ്പോൾ പിന്നെ കുറേ മസാല, മുളക് പൊടി കിട്ടി, പിന്നെ ചിക്കൻ മസാല, പെപ്പർ മസാല ഒക്കെ കിട്ടി, മഞ്ഞൾപ്പൊടിയൊക്കെ കിട്ടി, പിന്നെ കൊറിയാണ്ടർ ലീവ്സും ഒക്കെ കിട്ടിയപ്പോൾ എൻ്റെ ചെറിയൊരു ഐഡിയ ആണ് ഈ ഒരു ഡിഷ്. ഇത് നേരത്തെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നോ? വീട്ടിൽ നിന്ന് ഒരു പ്രാവശ്യം ട്രൈ ചെയ്തു. വീട്ടിൽ നിന്ന് ഒരു പ്രാവശ്യം ട്രൈ ചെയ്തു, അത് കിട്ടും ചെയ്തു അല്ലേ സമാധാനത്തിന്? നല്ല ടേസ്റ്റ് ആണോ? യാ, ഞാൻ കഴിച്ചു. അഞ്ജനക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡിഷ് എന്താ ഉണ്ടാക്കാനും കഴിക്കാനൊക്കെ? നിങ്ങൾ കോഴിക്കോടുകാരല്ലേ? യെസ്. അപ്പൊ കോഴിക്കോടുകാർക്ക് എപ്പോഴും ഭക്ഷണപ്രിയരാണല്ലോ. അഞ്ജനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷ്? എനിക്കിഷ്ടം സദ്യയാണ്. സദ്യയാണ്. വെരി ഗുഡ്, എനിക്കൊക്കെ പറ്റിയ കുട്ടിയാണ്, നല്ല കുട്ടി. സദ്യയാണ് ഏറ്റവും ഇഷ്ടം. സദ്യയിൽ ഏതാ ഏറ്റവും ഇഷ്ടം? സദ്യയിൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് എല്ലാം ഇഷ്ടമാണല്ലേ? സദ്യ നല്ലോണം ആസ്വദിച്ച് കഴിക്കും അല്ലേ? ഇപ്പൊ എത്രാം സ്റ്റാൻഡേർഡിലാ? 7th സ്റ്റാൻഡേർഡിൽ. ഫ്രണ്ട്സ് ഒക്കെ കുക്ക് ചെയ്യുമോ നന്നായിട്ട്? ഫ്രണ്ട്സ് അത് അഞ്ജനയാണോ ക്ലാസ്സിൽ കുക്കിങ്ങിൽ ഫസ്റ്റ് നിൽക്കുന്ന ഒരാള്? അങ്ങനെയൊന്നുമില്ല, എല്ലാവരും അത്യാവശ്യം എല്ലാവരും കുക്ക് ചെയ്യും. അപ്പൊ നീ കുക്ക് ചെയ്യാത്ത ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണം ഇത് കുക്ക് ചെയ്യുമ്പോൾ ഒരു രസം എന്തായാലും അഞ്ജനയ്ക്ക് അറിയാലോ. ആ ഒരു എൻജോയ്മെന്റ് എന്താണെന്നുള്ളത് ഫ്രണ്ട്സിന് എല്ലാവരും പറഞ്ഞിട്ട് അവരുടെ അടുത്തൊക്കെ കുക്ക് ചെയ്യാൻ പറയണം കേട്ടോ. അപ്പൊ എന്തായാലും കുക്കിംഗ് നടക്കട്ടെ. ഞാൻ ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് വരാം. ഹായ് അഞ്ജന സ്ക്വയർ. ഇതിപ്പോ എന്താണ്? കടലയുണ്ട്. കടലയല്ലേ? സോയാബീനാണോ? ഓ, സ്മോൾ സോയാബീനില്ല. ഓക്കെ, സോയാബീനും പിന്നെ സോയാബീൻ എഗ് ഫ്രൈ. ഓ, സോയാബീൻ ഫ്രൈ നമ്മളൊക്കെ ചെയ്യാറുണ്ട്. ഈ സോയാബീൻ ആദ്യം വേവിക്കുകയാണോ ചെയ്യുന്നത്? അത് പൊരിച്ചെടുക്കുകയാണ്. വേവിക്കാതെ പൊരിച്ചെടുത്തോ? ആണല്ലേ? ഓ, അപ്പോൾ അതിന്റെ ക്രിസ്പിനെസ് എന്തായിരിക്കുമോ? ഇല്ല, ചെറുതായിട്ട് മാത്രം. ഓക്കെ, എന്നിട്ട് ഇത് എന്ത് ചെയ്യും? ഫ്രൈയിലേക്ക് ആഡ് ചെയ്യും. ഇതിലേക്ക് ആഡ് ചെയ്യും. അപ്പൊ മുട്ട എപ്പോൾ ആഡ് ചെയ്യും? എഗ്ഗ് കാണാനില്ലല്ലോ ഈശ്വര. ഓ, ഇങ്ങനെയാണല്ലേ? ഇതിൽ ലാസ്റ്റ് ആണോ ആഡ് ചെയ്യുന്നത്? ഓൾറൈറ്റ്. എത്രാം സ്റ്റാൻഡേർഡ് മുതലാണ് കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്? 2ാം ക്ലാസ് മുതലേ തുടങ്ങിയോ കുക്കിംഗ് ഒക്കെ? ഇത് എന്താ ഭാവം? ഇപ്പൊ തന്നെ എല്ലാം പഠിച്ചു കഴിഞ്ഞു ഏകദേശം? എല്ലാം പഠിച്ചു കഴിഞ്ഞില്ല, അത്യാവശ്യമൊക്കെ പഠിച്ചു വരുന്നു. അത്യാവശ്യമൊക്കെ പഠിച്ചു വരുന്നു. വലിയൊരാളെ പോലെ കേട്ടോ സംസാരിക്കുന്നത്. എന്തായാലും അത്യാവശ്യമൊക്കെ പഠിച്ചത് ഇവിടെ എല്ലാം ട്രൈ ചെയ്യും കേട്ടോ. മാക്സിമം ഇവിടെ ട്രൈ ചെയ്യുക. പുതിയ ഡിഷസ് നല്ല മഹേഷ് സാറും ശശി സാറും പറഞ്ഞുതരും. അവർ പറയുന്ന രീതിയിൽ എല്ലാ ടിപ്സും, എല്ലാ കണ്ടസ്റ്റൻസും എല്ലാ ടിപ്സും നോക്കിയിട്ട് അതുപോലെ കുക്ക് ചെയ്തിട്ട് വലിയൊരു ഷെഫായിട്ട് മാറാം. റൈറ്റ്. അപ്പം എന്തായാലും കണ്ടിന്യൂ ചെയ്തോളൂ.